Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.1.2ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് 276 MBയിലാണ് iPhone 13ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും വരുന്നത്. പിന്നീട് iPhone 8 മുതൽ iPhone 14 Pro Max ഉള്ള എല്ലാ ഡിവൈസിലും ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ iOS 16.1.2ൻ്റെ വിശേഷങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. തുടക്കം തന്നെ നമ്മുടെ ഈ അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS 16.1.2 20B110 എന്ന് നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഈ ഒരു അപ്ഡേഷനിൽ പുതിയ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കൂടുതലും iPhone 14 സീരീസിലാണ് ആ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വയർലെസ് കാരിയേഴ്സായ എല്ലാ നെറ്റ്വർക്കിനും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള നെറ്റ്വർക്ക് കവറേജും അതേപോലെ ബാക്കിയുള്ള എല്ലാ കാരിയർ സർവീസും കിട്ടും എന്നാണ് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ പറയുന്നത്. നമ്മുടെ അടുത്ത അപ്ഡേറ്റിൽ ഏറ്റവും മേജറായിട്ട് വരുന്നതാണ് നമ്മുടെ 14 സീരീസിൽ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരനായി വന്നുകൊണ്ടിരുന്നത് വെച്ചാൽ അൺവാണ്ടഡ് ക്രാഷ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതെങ്കിലും റോളർ കോസ്റ്ററിലോ അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിലോ അല്ലെങ്കിൽ ഹാപ്പിലി എൻജോയിങ് ടൈമിലേക്ക് നമ്മുടെ 14 സീരീസ് അൺവാണ്ടഡ് ആയിട്ട് എമർജൻസി SOS ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ക്രാഷ് ഡിറ്റക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നങ്ങളൊക്കെ വരുത്തുമായിരുന്നു. ആ ഒരു പ്രശ്നം നിർത്താനായിട്ട് ആപ്പിളിൻ്റെ ഈ ഒരു അപ്ഡേഷനിൽ പുതിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ എമർജൻസി SOSൽ നമുക്ക് 14 സീരീസിൽ മാത്രം എമർജൻസി SOയിൽ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു ഓപ്ഷനും ഒരു ടോഗിളും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്രാഷ് ഡിറ്റക്ഷൻ ഓഫ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ 13 സീരീസ് ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഓപ്ഷൻ കാണിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ 14 സീരീസുള്ള കൂട്ടുകാർ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം ബഗ് ഫിക്സസ് വന്നിട്ടുണ്ട് എന്നാണ് ആപ്പിൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോറേജ് ബഗ്ഗൊക്കെ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന് ആപ്പിൾ പറയുന്നുണ്ട്. പക്ഷേ കുറേ കൂട്ടുകാർക്ക് ഈ ഒരു ബഗ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. കുറേ കൂട്ടുകാർക്ക് ഈ ഒരു ബഗ് ഓൾമോസ്റ്റ് റിസോൾവ് ആയിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ആപ്പുകളൊക്കെ കറക്റ്റായിട്ട് ലോഡ് ചെയ്യുന്നില്ല. അതേപോലെ സിസ്റ്റം ഡാറ്റ iOS ഡാറ്റയൊന്നും കറക്റ്റ് ആ ഒരു എമൗണ്ട് അല്ല കാണിക്കുന്നത് എന്നൊക്കെയാണ് ഈ പറയുന്ന സ്റ്റോറേജ് ബഗ്ഗിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഏറ്റവും താഴത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ iOS ഡാറ്റ എന്ന് പറയുന്നത് 9.22 GB സിസ്റ്റം ഡാറ്റ എന്ന് പറയുന്നത് 20.23 GB അത്യാവശ്യം എൻ്റെ ഫോണിൽ ഞാൻ അത്യാവശ്യം നല്ല ആപ്പുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റം ഡാറ്റ അത്രയും വലിയ ഒരു എമൗണ്ടിലേക്ക് പോയിരിക്കുന്നത്. നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന ആപ്സും ഡാറ്റാസും ഒക്കെ കളക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു പറഞ്ഞ വലിയൊരു എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മുടെ ഫോണിൽ സ്റ്റോർ ആവുന്നത്. ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം അതേപോലെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി പെർഫോമൻസ് ഇത്രയും നാൾ വന്നിരുന്ന ആ ഒരു OSൽ നിന്ന് എനിക്ക് ലഭിച്ചായിരുന്നു. ഇനി നമ്മുടെ ഈ പറഞ്ഞ iOS 16.1.2 എനിക്ക് എങ്ങനെയാണ് ബാറ്ററി പെർഫോമൻസ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തായാലും ഒരു 3-4 ദിവസം തറവായിട്ട് യൂസ് ചെയ്താലാണ് ഈ പറഞ്ഞ ബാറ്ററി ഹെൽത്തിൻ്റെ ആ ഒരു യൂസേജ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു അപ്ഡേഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ ബാറ്ററി പെർഫോമൻസ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇത്രയും നാൾ വന്നിരുന്ന എൻ്റെ ബാറ്ററി പെർഫോമൻസിൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 8 മണിക്കൂറും 8 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറും 46 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്ക്രീൻ പെർഫോമൻസ് എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് തരുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ പറഞ്ഞ പെർഫോമൻസിലേക്ക് നമ്മൾ നോക്കാനുള്ള കാരണം. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ iOS 16.1.2 ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസിലെ എല്ലാ ഫ്രെയിംസും കറക്റ്റായിട്ടും സ്മൂത്തായിട്ടും പോകുന്നുണ്ട്. ഇപ്പോൾ ആപ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ആ ഒരു ഓപ്പണിങ്ങും അതേപോലെ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്
നമ്മുടെ ആപ്പിൾ മ്യൂസിക് റീപ്ലേ 2022 എന്നൊരു പുതിയ ഫീച്ചർ ആപ്പിൾ മ്യൂസിക്കിൽ ഇപ്പോൾ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ എല്ലാ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബേഴ്സും ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നമ്മുടെ ലാസ്റ്റ് ഇയർ യൂസ് ചെയ്ത അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ കേട്ട എല്ലാ പാട്ടുകളും നമുക്ക് എത്രയൊക്കെയാണെന്നുള്ള ലിസ്റ്റിംഗ് ആണ് ഈ പറഞ്ഞ റീപ്ലേയിൽ കാണിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ എല്ലാ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബേഴ്സും നിർബന്ധമായും യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ iOS 16.2ൻ്റെ ബീറ്റ 4 എന്നാണ് റിലീസ് ആവുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡിസംബർ 1 അല്ലെങ്കിൽ 2 നമ്മുടെ ഈ പറഞ്ഞ ബീറ്റ 4 നമുക്ക് റിലീസ് ആവുകയും അപ്കമിങ് വീക്കിൽ നമുക്കൊരു RC റിലീസും പിന്നീട് ഈ പറഞ്ഞ ഡിസംബർ 12-13 തീയതികളിലായിരിക്കണം ആ ഒരു iOS 16.2ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് വരാനുള്ള ചാൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 16.2ൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഞാനൊരു കാര്യം ഞാനിപ്പോൾ കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ ഈ പറഞ്ഞ iOS 16.2ൻ്റെ വരവോടെ നമുക്ക് പിന്നെയുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന റാപ്പിഡ് സെക്യൂരിറ്റി റെസ്പോൺസിലേക്ക് മാറുന്നതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ വരുന്നത് പോലെ തന്നെ iOS 16.1.2 എന്ന പേരിൽ ഒരു ബഗ് ഫിക്സിന് വേണ്ടി ഒരു പുതിയ അപ്ഡേഷൻ കൊണ്ടുവരാതെ ഈ പറയുന്ന iOS 16ൻ്റെ ഒരു റാപ്പിഡ് സെക്യൂരിറ്റി റെസ്പോൺസ് എന്ന പേരിലായിരിക്കും ഇനി വരുന്ന ബഗ് ഫിക്സുകളുടെ അപ്ഡേഷൻ്റെ പേര് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന iOS 16.1.2ൻ്റെ പുതിയ വിശേഷങ്ങളും അതേപോലെ മാറ്റങ്ങളും എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. ആൻഡ് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. ദിസ് ഇസ് Xavier signing from Extra.